അപ്പം മോട്ടോ H40 നിയോ മോനെ, ഇപ്പൊ 25,000 രൂപയുണ്ട് നിന്റെ കയ്യിൽ. ഇപ്പൊ ഒരു ഫോൺ വേണമെങ്കിൽ നേരെ ഫ്ലിപ്കാർട്ടിലേക്ക് വിട്ടോ, മോട്ടോ H40 നിയോ ചക്ക ബുക്ക് ചെയ്തു. കിടിലൻ ഡിവൈസ്. ഇതുപോലൊരു ഓൾറൗണ്ടർ ഡിവൈസ് ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യയിൽ റിലീസ് ആയിട്ടില്ല. അതുമാതിരി സ്പെക്സ് ആണ് ഇതിനകത്ത്. ഇപ്പൊ ഡിസ്പ്ലേയിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ സെഗ്മെന്റ് ഫസ്റ്റ് ആയിട്ടുള്ള 144 ഹെർട്സ് ആംബുലൻസ് ഡിസ്പ്ലേ, ഫുൾ HD ആംബുലൻസ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. അതും 1000-ഓളം നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള ഒരു ആംബുലൻസ് ഡിസ്പ്ലേ വേറെ ഏതെങ്കിലും കമ്പനി തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇതിന്റെ പെർഫോമൻസ് ആയാലും വെറും സ്പെക്കുകളിൽ മാത്രമല്ല, ചില കമ്പനികളാണെങ്കിൽ ചുമ്മാ കുറെ ആംബുലൻസ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു തരും. അത് ആംബുലൻസിന്റെ കളേഴ്സും അതിന്റെ വ്യൂയിങ് എക്സ്പീരിയൻസും ഒക്കെ ചിലത് ഭയങ്കര മോശമായിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിന്റെ ഡിസ്പ്ലേയിൽ കാണാനേ സാധിച്ചിട്ടില്ല. കിഡിലോസ്കി ഡിസ്പ്ലേ ആണ്. വെളിയിൽ കൊണ്ടുപോയി അകത്താണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ ഗ്യാരണ്ടി. എപ്പടി? കൂടാതെ ഇതിന് സ്കോട്ട് സെൻസേഷന്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചുകളും താഴെയുള്ള വീഴ്ചകളിൽ നിന്നും ഇതിനെ രക്ഷിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ വലയാൻ പോകുന്നത് നിങ്ങളുടെ ടെമ്പർ ഗ്ലാസ് കണ്ടുപിടിക്കുന്നത്. കാരണം കർവ് ഡിസ്പ്ലേക്ക് ഒരു ടെമ്പർ ഗ്ലാസ് അല്ലെ പ്രൊട്ടക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്തോണം ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തോണം ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് ആകെയുള്ള 3 ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് UV ഉപയോഗിക്കുക, അല്ലെങ്കിൽ നോർമൽ ഒരു ടെമ്പർ ഗ്ലാസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്പറൈൻ ടൈപ്പ് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുക. ഇതിന് 3 തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ട്, പോരായ്മകളും ഉണ്ട്. അപ്പം UV ആണ് ഏറ്റവും നല്ലത്. പക്ഷേ UV ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ നോക്കുമ്പോൾ ഡിസ്പ്ലേ ഇളകി എന്ന് പോയായിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഭാഗ്യം. അപ്പം നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് ഏതെങ്കിലും വെള്ളം ചൂസ് ചെയ്യുക. ഞാൻ പറയുക, നോർമൽ മെമ്പറൈൻ ഒട്ടിച്ചിട്ട് കൂടുതലും മറ്റേ ഫ്ലിപ്പ് കവർ അത് മേടിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും ഇത്തിരി നല്ലത്. അതാകുമ്പോൾ ഫോണിന് പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷേ ഒരു ചാത്തൻ ലുക്കാണ് ഈ ഒരു കാലത്ത് ഫ്ലിപ്പ് കവറൊക്കെ കൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ. ഒന്നാമത്തെ ഫോൺ ഭയങ്കര ബൾക്കിയാണ്, അതിൻ്റെ കൂടെ ഫ്ലിപ്പ് കവറോടെ വരുമ്പോഴത്തേക്ക് ശോകം ഇതാണെങ്കിലും ഫോണിന്റെ പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്ക് അത് നല്ലതായിരിക്കും. പിന്നെ അതിന്റെ ഡിസൈനെ കുറിച്ചും വലിയ കുറ്റങ്ങളും കാര്യങ്ങളൊന്നും പറയാനില്ല. അത്യാവശ്യം ലുക്കുള്ള ഫോണൊക്കെ തന്നെയാണ്. പിന്നെ പുറകിൽ ഗ്ലാസിനേക്കാൾ എന്തുകൊണ്ട് എനിക്കിഷ്ടം ഇതുപോലുള്ള ലെതർ ഫിനിഷുകളാണ്. പക്ഷെ അധികം കട്ടിയായിട്ടൊന്നും ഉരയ്ക്കൊന്നും വേണ്ട, അതിങ്ങനെ ഇളകി ഇനി വരും. നൈസായിട്ട് ഒരു ബാക്ക് കവർ ഇട്ട് ഉപയോഗിക്കുക, നല്ല ക്വാളിറ്റിയുള്ള ബാക്ക് കവർ തന്നെ ഉപയോഗിക്കുക. അല്ലാതെ പിന്നെ ചെക്കൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഡയമൻസിറ്റിയുടെ 730 പ്രൊസസ്സറാണ് ഉപയോഗിച്ചത്. അത് സെഗ്മെന്റ് ഫസ്റ്റ് ആണ്. നല്ല അടിപൊളി പെർഫോമൻസ് ആണ് ഇത് തരുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രീം സെറ്റിംഗ്സിലായാലും നിങ്ങൾക്കാണെങ്കിൽ 60 FPS ഗെയിം തരുന്നുണ്ട്. പക്ഷേ ഗെയിം കളിക്കുമ്പോൾ സൂക്ഷിക്കണം, നല്ലതായിട്ട് ചൂടാവും. എന്നാലും സാധാരണ ഫോൺ ഹീറ്റ് ആവുന്നതിനേക്കാൾ ഇത്തിരി കൂടെ കൂടുതൽ ഹീറ്റിംഗ് ഉണ്ട്. അതിൽ കൂളിംഗ് അവർ ശരിയായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഒപ്റ്റിമൈസേഷൻ എനിക്ക് തോന്നുന്നു മോട്ടോ അത്രയ്ക്ക് പക്കയായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇതുവരെയുള്ളത്. ഭാവിയിൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണെന്നും എനിക്ക് അറിഞ്ഞൂടാ. തൽക്കാലം ആ ഒരു പ്രശ്നം ഇതിനകത്ത് കാണാൻ സാധിക്കുന്നു. ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 67 വാട്ട് ഫാസ്റ്റ് ചാർജർ ഇതിനകത്ത് തന്നിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ 5000 mAh ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ചാർജ് ആവും അത്രയും പെട്ടെന്ന് ഇറങ്ങുന്നൊരു പ്രശ്നമുണ്ട്. എങ്കിലും ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ഏകദേശം 6 മണിക്കൂറോളം സ്ക്രീൻ ഓൺ ടൈം. അത്യാവശ്യം നല്ല ഹെവി ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ 6 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. പക്ഷേ 5000 mAh ബാറ്ററി സംബന്ധിച്ചിടത്തോളം അതൊരു കുറവാണ്. ഒരു കാര്യം വിട്ടുപോയി, ചിലർക്കാണെങ്കിൽ ബാറ്ററി ടൈം ഇഷ്യൂ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ എനിക്ക് 1-2 വട്ടം അനുഭവപ്പെട്ടിട്ടുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു 5G ഫോണാണ്. അപ്പം 5G ഫോണിൽ പലയിടത്തും നെറ്റ്വർക്ക് ജമ്പിങ്ങിന് ഇഷ്യൂ എന്ന് പറയുമ്പോൾ 5G വരും 4G ആവും, 5G വരും 4G ആവും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ബാറ്ററി കൺസ്യൂം ചെയ്തിട്ട് ഞാൻ കാണുന്നുണ്ട്. സ്റ്റേബിളായിട്ട് 5G കിട്ടുന്നത്, നെറ്റ്വർക്ക് കിട്ടുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിങ്ങളെ ബാധിക്കില്ല. അല്ലാത്ത പക്ഷെ നിങ്ങളുടെ അവിടെ ഇങ്ങനെ 5G വന്നു പോവുകയും 4G ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് നല്ലോണം ചാർജ് വലിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഐഡിയൽ ഡ്രെയിൻ ആണ് കൂടുതലും കാണപ്പെടുന്നത്. അത് ഒരു അപ്ഡേറ്റിന് ശേഷം കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഏരിയയിലാണെങ്കിൽ സ്റ്റേബിളായിട്ട് 5G കിട്ടുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആർക്കെങ്കിലും ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഐഡിയലി ഒരു 5% ഒക്കെയാണ് ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ഉണ്ടാവേണ്ടത്. ഒരു ഫോൺ ഓഫ് ആക്കി രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു 5% to 10% മാക്സിമം ഉണ്ടാവുന്നത്. അതിൽ 20% 30% ഒരു ഡ്രെയിൻ ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു വട്ടം ഉണ്ടായിട്ടുണ്ട് 5-6%. അത് ഇങ്ങനെ 4G നെറ്റ്വർക്ക് ടു 5G കൺവേർഷൻ ഉള്ള സ്ഥലത്തായിരുന്നു. അല്ലാത്ത പക്ഷം വേറെ സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ മോട്ടോയുടെ ക്യാമറ എന്നും അത്രയ്ക്ക് പേരിയായിട്ടൊന്നുമല്ല. പ്രോസസ്സിങ്ങിലായാലും ഇത്തിരി ശോകമായിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ലൈറ്റുള്ളപ്പം നല്ല ഫോട്ടോസാണ് എടുക്കുന്നത്. പിന്നെ ഇതിന് പ്രശംസിക്കുന്നതായിട്ടൊരു കാര്യം വേറെ ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇതിന് നൈറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നൈറ്റ് മോഡിലെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ലൈറ്റിനേക്കാളും ഫോട്ടോ ക്വാളിറ്റി ഇതിന് നൈറ്റ് മോഡ് ഉണ്ട്. എങ്ങനെ അവന്മാർ ഒപ്പിച്ചെന്ന് അറിയത്തില്ല, പക്ഷെ അത് അടിപൊളിയാണ്. നൈറ്റ് മോഡിലെ വീഡിയോ ക്വാളിറ്റി ആയാലും ശരി, ഫോട്ടോ ക്വാളിറ്റി ആയാലും കിട്ടില്ല.
പക്ഷേ ലൈറ്റ് ഉള്ളപ്പോൾ എടുക്കുമ്പോൾ നേരെ ബൂമറാങ് കൊണ്ട് തിരിയുന്നുണ്ട്. ചില സമയത്ത് ഫോട്ടോ ഡെള്ളായിട്ടാണ് വരുന്നത്, നമുക്ക് ആ ഒരു ക്വാളിറ്റി ഒന്നും കിട്ടുന്നില്ല. പിന്നെ ചില സമയത്ത് എടുക്കുമ്പോൾ ഓവർ സാച്ചുറേഷൻ പ്രശ്നങ്ങൾ കാണും. അങ്ങനെ ഇതിനകത്തിൽ OIS സപ്പോർട്ട് വരുന്നുണ്ട്. ബാക്കിൽ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ്, ഒരനക്കോ കുനക്കോ ഒന്നുമില്ല, പക്കയായിട്ടുള്ള കുലുങ്ങാത്ത അടിപൊളി ഫുട്ടേജ് നിങ്ങൾക്ക് ഇതിനകത്തിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്, ഫ്രണ്ടിൽ 32 MP ആണ്, അതിൽ നിങ്ങൾക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. വേറൊരു ഫോൺ എനിക്ക് തോന്നുന്നു ഈ ഒരു ബഡ്ജറ്റിൽ 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് പിന്നീട് പോരായ്മയായിട്ട് ഇതിന് തോന്നിയത് ഇതിൻ്റെ സിം കാർഡ് സ്ലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയന്റ് വരുന്നത് 8GB 128GB വേരിയന്റ്. അപ്പം ഇതിന് ഡ്യുവൽ സിം മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. SD കാർഡിന് ഒരു സ്ലോട്ട് ഇതിന് കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്കിപ്പോൾ ഞാനിങ്ങനെ ഡ്യുവൽ സിം സെറ്റപ്പിനോട് ഞാൻ ഒരിക്കലും യോജിക്കാത്ത ഒരാളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇൻകേസ് നിങ്ങളുടെ ഫോൺ എന്തെങ്കിലും പറ്റുകയാണ്, നിങ്ങൾക്ക് ഡേറ്റാസ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യണം വേറെ സ്ഥലത്തേക്ക്, നമുക്ക് എപ്പോഴും ഓൺലൈൻ ബാക്കപ്പിനെയോ ഒന്നും നമുക്ക് അങ്ങനെ ആശ്രയിക്കാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇതിനകത്തൊരു SD കാർഡ് സ്ലോട്ട് ഇല്ല, 2 സിം മാത്രമേ നിങ്ങൾക്ക് ഇടാൻ പറ്റും. അപ്പം നിങ്ങൾ പെട്ടുപോകും, അത് നിങ്ങൾ ഓർത്തോണം. പിന്നെ ഇതിൻ്റെ ബേസ് വേരിയന്റ് 128GB ഉള്ളൂ. ഈ ഒരു കാലഘട്ടത്തിൽ 128GB എന്ന് പറയുന്നത് പടാന്ന് പറയും. ഒരു 5-6 ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുക, 5-6 ഡേ ടു ഡേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് 128GB പടാന്ന് പറയും. അതുകൊണ്ട് തന്നെ എപ്പോഴും എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ 256GB വേരിയന്റ്, 256GB വേരിയന്റിലേക്ക് പോകുമ്പോൾ അത് ഒന്നാമത്തെ കാര്യം ഇത്തിരി പ്രൈസ് കൂടുതലാണ്. അതുപോലെ തന്നെ അതിൻ്റെ റാം വേരിയന്റ് നോക്കുകയാണെങ്കിൽ 12GB 256GB വേരിയന്റ്, 8GB 256GB വേരിയന്റ് വരുന്നില്ല. പലർക്കും 12GB ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ 8GB തന്നെ അധികമാണ്. അപ്പോൾ അങ്ങനെ ഒരു വേരിയന്റ് കൂടെ മോട്ടോ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ക്യാമറ ഒന്നുകൂടെ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആകാനുണ്ട്, ഇത്രയും അപ്ഡേറ്റ്സ് ഒക്കെ വന്നു, എന്നിട്ടും വലിയ മാറ്റമൊന്നുമില്ല. ഇനി ഇതിന്റെ അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് പറയേണ്ടത്. അപ്ഡേറ്റ്സ് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ മോട്ടോ പിന്നെ ഒന്നും അല്ലാണ്ടാകും. ഇപ്പൊ തൽക്കാലം ഇത് ഡിസംബർ ആയിട്ടുണ്ട്, ഇപ്പോഴും ഒക്ടോബറിലെ സെക്യൂരിറ്റി പാച്ചിലാണ് പല ഫോണുകളും ഓടിക്കൊണ്ടിരിക്കുന്നത്. 2 മാസമൊക്കെ സെക്യൂരിറ്റി പാച്ച് വൈകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇതൊരു പുതിയ ഫോണാണ്, പിന്നെ 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ഇതിന് കിട്ടാനുണ്ട്. അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആൻഡ്രോയിഡ് 15 കിട്ടുമ്പോഴായിരിക്കും ഈ ഫോണിന് ആൻഡ്രോയിഡ് 14 കിട്ടാൻ പോകുന്നത്. കാരണം അത്രയ്ക്ക് ശോകമാണ് ഇതിന്റെ അപ്ഡേറ്റ്സ്. പക്ഷെ ഒരു കാര്യത്തിൽ മോട്ടോയെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ. വൈകി അപ്ഡേറ്റ് തന്നാലും അപ്ഡേറ്റുള്ളത് കൊണ്ടിട്ട് പച്ചവരെയോ ഫോൺ അടിച്ചു പോകലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ മോട്ടോയ്ക്ക് ഉണ്ടായിട്ടില്ല. അതില് മോനെ ഈ ചൂപ്പറാടാ, മോട്ടോയുടെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ടുള്ളൊരു UI ആണ്. വലിയ കുറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇതിനകത്തിൽ പറയാനില്ല. സ്റ്റോക്ക് എക്സ്പീരിയൻസ് ആണ്, പരസ്യങ്ങളില്ല. ചില UI കൂട്ട് അത് ഡൗൺലോഡ് ചെയ്യും, ഇത് ഡൗൺലോഡ് ചെയ്യും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, ആ പരിപാടിയൊന്നും ഇതിനകത്തിലില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കസ്റ്റം സ്കിന്നുകളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സാംസങ്ങിന് One UI ആണ്. അതിനകത്തുള്ള ഒരു ആനിമേഷൻ ആയാലും ശരി, ചില ഫീച്ചേഴ്സ് ഒക്കെ ആയാലും ശരി, അതിൻ്റെ പൊസിഷനും പ്ലേസിങ്ങും എല്ലാം ഭയങ്കര അടിപൊളിയാണ്. സ്റ്റോക്കിനേക്കാളും ഇത്തിരിയുടെ ഒക്കെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഗൂഗിൾ ഫോട്ടോസ് ആണ് ഫോട്ടോ ഗ്യാലറിക്ക് വരും കൊടുത്തിരിക്കുന്നത്. ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അതിമാരക ശോഭമാണ്. തുറക്കുമ്പോൾ തന്നെ 100 കൂട്ടം അപ്ഡേറ്റ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നും ഫോട്ടോസ് ഒന്നും അറേഞ്ച് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. ഫോട്ടോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അത് ഭയങ്കര ശോഭമാണ്. ഈ മോട്ടോ ആപ്സ് എന്ന് പറയുന്നത് മോട്ടോ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ചില ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. സെക്യൂർ ഫോൾഡർ പോർട്ടൽ, അതുപോലെ ഇവരുടെ ഒരു ഫോട്ടോ ഗാലറി ആപ്പ് കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നന്നായി അടിപൊളിയായത്. പിന്നെ ഒരു ഫയൽ മാനേജറിന്റെ കുറവ് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഗൂഗിൾ ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓനെ ശോകമാണ്. അത് ശോകമാണ്, എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനമാണ്. അത് മാറ്റി അവരുടെ ഒരു ഫയൽ മാനേജർ വന്നു കഴിഞ്ഞാൽ ഫോൺ ഇത്തിരി കൂടെ പൊളിയാവും. അപ്പൊ ഞാൻ വരികയാണെങ്കിൽ ഈ സിം കാർഡ് സ്ലോട്ടിന്റെ പ്രശ്നം മോനൊരു പ്രശ്നമല്ല, പിന്നെ ഹീറ്റിങ് മോനത് ഈ ഒരു പ്രശ്നമല്ല. എങ്കിൽ മോനുസേ നേരെ വിട്ടോ ഫ്ലിപ്കാർട്ടിൽ ഇപ്പൊ ബുക്ക് ചെയ്തോ മോട്ടോ H4.